ഇന്ന് ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നുകൊണ്ട് കായംകുളം കൊച്ചുണ്ണി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം എനിക്കാണെന്നാണ് പറയുന്നത്. കായംകുളം ബാബു എന്നുള്ള ആ ഒരു കൊച്ചുണ്ണി കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് ലോകം മൊത്തം അറിയപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർ സിംഗർ മുഖാന്തരമാണ്. എനിക്കിന്ന് വേദികൾ കിട്ടുന്നതിനും കാരണം അത് തന്നെയാണ്. പലരും എന്നെ വിളിക്കുന്നതും ഇന്ന് ലോകം മൊത്തം അറിയപ്പെടാനും പല വേദികളിലും എനിക്ക് പ്രോഗ്രാം കിട്ടും. അത്തരത്തിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം കിട്ടുന്നുണ്ടതല്ലാതെ സന്നിധാനത്തിനായ സോമദാസ് ആയിരുന്നാലും ഇവരൊക്കെ പാടിയ സിനിമാ ഗാനങ്ങൾ എത്ര പാട്ടുകൾ ഫേമസ് ആകുന്നുണ്ട്. ഞാൻ തെരുവിൽ നിന്നും വളർന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഞാനതായത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും എൻ്റെ ശബ്ദത്തിന് ക്രാക്കുകളുണ്ട്. അതെല്ലാം ഈശ്വരകാരുണ്യം കൊണ്ട് ഇത്രയൊക്കെ എത്തിയില്ലയോ, പിന്നെ അതിൻ്റെ വലിയ കാര്യമാണ്. കീഴാളിനെ പോലെ നിന്നിട്ട് അവിടുത്തെ ഉന്നത സ്ഥാനീയരായിരിക്കും, എന്നിട്ട് വേണ്ടുന്നതെല്ലാം കൊടുത്ത് എന്നിട്ട് ലാസ്റ്റ് അടിയും ഉണ്ടാക്കി പിരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗ ക്ഷേത്രങ്ങളിലും നടന്നു വരുന്ന ഒരു ശോചനീയമായിട്ടുള്ളൊരവസ്ഥ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ, പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ, പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറ അമ്പലത്തിലാണ്. ഈ ഓച്ചിറ അമ്പലത്തിൽ വന്നപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ശബ്ദത്തിലൊരു പാട്ട് ഇവിടുന്ന് കുറച്ച് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. നമുക്കത് ആരാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. പമ്പയിൽ മുങ്ങി നിവർന്നപ്പോൾ മുൻപിലുണ്ടവിടുന്നു നിൽക്കുന്നു, സുഖമായോ യാത്ര സുഖമായോ എന്ന് പലവരു ചോദിച്ചു പുൽകുന്നു, സുഖമായോ യാത്ര സുഖമായോ എന്ന് പലവരു ചോദിച്ചു പുൽകുന്നു. ഞാൻ പറയാനുള്ളതും മറക്കുന്നു, കർപ്പൂരപ്രിയനേ നിൻ കഥ കേട്ടു, കരിമലക്കയറ്റവും ഞാൻ മറന്നു. ബാബു ചേട്ടാ നമസ്കാരം. എന്നെ മനസ്സിലായോ? എൻ്റെ പേര് വിദ്യ. ഞാനിവിടെ ഓച്ചിറ അമ്പലത്തിൽ വന്നപ്പോൾ ഞാൻ ശബ്ദമൊക്കെ കേട്ട് അപ്പോൾ നല്ല പരിചയമുള്ള ശബ്ദം. അങ്ങനെയാണ് ഞാൻ ഇത് എവിടുന്നാണ് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നത്. എവിടെയാണ് സ്ഥലം? എൻ്റെ സ്ഥലം അങ്ങ് പന്തളം. എൻ്റെ പേര് വിദ്യ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം ഞാനിപ്പോഴും ഈ പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രത്തിൽ വന്നിരുന്ന് കീർത്തനങ്ങളൊക്കെ ആലപിക്കും. അതായത് കരിങ്കൽ നാമസങ്കീർത്തനമല്ലേ ഏറ്റവും ശ്രേഷ്ഠം, മോക്ഷപ്രാപ്തിക്കും അത് കാരണമാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ സീസൺ ടൈം ആയി കഴിഞ്ഞാൽ ഭക്തിഗാനസുധ, സംഗീത കച്ചേരി, പിന്നെ ഇപ്പോൾ പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. ആധ്യാത്മിക പ്രഭാഷണം, ഗുരുദേവ പ്രഭാഷണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഗാനമേള വളരെ ചുരുക്കമാണ്, ചെറിയ രീതിയിലേ പോകുന്നുള്ളൂ. അപ്പോൾ ചേട്ടാ പുതിയ വീടൊക്കെ വെച്ചു, അങ്ങനെ സെറ്റിലായി എന്നൊക്കെ അറിഞ്ഞു. പുതിയ വീട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2008 വീട് വെച്ചായിരുന്നു. പിന്നെ അതിനുശേഷം 2016 ഒന്നുകൂടി ഒരു പാലുകാച്ചൊക്കെ നടത്തി. അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട്, നമ്മുടെ ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹവും പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ നല്ല നല്ല ആളുകളുടെയൊക്കെ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും സഹായമൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ അതാണല്ലോ നമ്മളെ എല്ലാവരും അറിയപ്പെടാനും നമ്മളെല്ലാവരും അറിയപ്പെട്ട് തുടങ്ങിയതും ലോകം മൊത്തം അറിയപ്പെടാൻ കാരണം ഐഡിയ സ്റ്റാർ സിംഗറാണ്. അതുമാത്രമല്ല, ഇന്ന് ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നുകൊണ്ട് കായംകുളം കൊച്ചുണ്ണി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം എനിക്കാണെന്നാണ് പറയുന്നത്. കായംകുളം ബാബു എന്നുള്ള ആ ഒരു കൊച്ചുണ്ണി കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനത്ത് ലോകം മൊത്തം അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പേര് വരാനും അതിലും കായംകുളമാണ് എന്നെ വളർത്തിയത് എന്ന് പറയുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും അതിന് കാരണമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു 2 പ്രത്യേകതയുണ്ട്. ഈ ഓച്ചിറ ക്ഷേത്രവും ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് ഓച്ചിറ ക്ഷേത്രത്തിൽ ഞാൻ കളിച്ചു വളർന്നല്ല ഈ മണ്ണിൽ കിടന്നുരുണ്ട് ആ ഒരു ജീവിതമാണെങ്കിൽ പോലും അത് ഭഗവാന്റെ അനുഗ്രഹവും എനിക്കുണ്ട്. ഇവിടെയാണ് വളർന്നതൊക്കെ സത്യമാണ്. പക്ഷേ എനിക്ക് കൂടുതൽ കടപ്പാട് കായംകുളം പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ. കാര്യം പ്രൈവറ്റ് ബസ്സിൽ പാടിയായിരുന്നു എൻ്റെ പല സ്ഥലങ്ങളിലും പാടുമായിരുന്നെങ്കിലും കായംകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡായിരുന്നു എൻ്റെ ജീവനോപാധിക്കുള്ള ഏറ്റവും വലിയ ഒരു ശ്രേണി എന്നുള്ളതും. കായംകുളം പ്രൈവറ്റ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ തുടക്കം തന്നെ എനിക്ക് അവിടെ വെച്ചാണ് ഉണ്ടായെന്ന് വേണം.
അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഞാൻ കായംകുളം ബാബു എന്ന പേര് സ്വീകരിക്കാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. അത് ഐഡിയ സ്റ്റാർ സിംഗറിന് മുന്നേ എത്തുന്നതിന് മുന്നേ ഉള്ള ജീവിതം അങ്ങനെ. ഐഡിയ സ്റ്റാർ സിംഗറിന് മുമ്പ് ഞാൻ സ്ട്രീറ്റ് സിംഗർ ആയിരുന്നു. ആ സ്ട്രീറ്റ് സിംഗറിൽ പിന്നെ ഞാൻ സ്റ്റാർ സിംഗറായി മാറുകയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഈ സ്റ്റാർ സിംഗറിൽ ജഡ്ജസായിട്ട് MG സാറും ശരത് സാറും ചിത്ര ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴും അവരുമായിട്ടൊക്കെ ഇല്ല, പ്രത്യേകിച്ച് കോണ്ടാക്റ്റ് ഒന്നുമില്ല. അത് ഞാൻ മറ്റ് ചില ചാനൽ അതിങ്ങനെ പറഞ്ഞപ്പം അവർ വേറൊരു തരത്തിൽ അതിനെ ഒരു വിവാദമാക്കിയെടുത്ത്. കാര്യം ഞാനിങ്ങനെ പറഞ്ഞു, അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് കമൻസ് വന്നു. നല്ല കമൻറ്റും ഉണ്ട്, അത് മോശമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു അഹങ്കാരം ഉണ്ടെന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരിക്കലും എന്നോട് ചോദിച്ച് അവർ വിളിക്കുന്നുണ്ട്, അവരെന്നെ വിളിക്കുന്നില്ല, ഞാനും വിളിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആ ഒരു വാക്കിന് അകത്ത് അവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അവരെന്നെ സഹായിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു തിരക്കുണ്ട്, അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പോകുന്നു. കാര്യം അവരുടെയൊക്കെ ഒരു വലിയൊരു ഹൈലൈറ്റിങ് സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് എനിക്ക് എത്രയും ആ സ്റ്റേജുകളിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്നുള്ളത് ഒരു പരമാർത്ഥ സത്യമാണ്. അപ്പോൾ അവരുടെ പ്രോത്സാഹനം എനിക്ക് അന്നുണ്ടായിരുന്നു എന്ന് കരുതി ഇപ്പോൾ അവരെന്നെ നോക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, അത്രയൊരു പരാതിക്ക് യാതൊരു അർത്ഥവുമില്ല. ചിലർ അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർ സിംഗർ മുഖാന്തരമാണ്. എനിക്കിന്ന് വേദികൾ കിട്ടുന്നതിനും കാരണം അത് തന്നെയാണ്. പലരും എന്നെ വിളിക്കുന്നതും ഇന്ന് ലോകമൊത്തം അറിയപ്പെടാനും പല വേദികളിലും എനിക്ക് പ്രോഗ്രാം കിട്ടുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഒരു ഗുരുദേവ പ്രഭാഷണത്തിന് പോയി കഴിഞ്ഞാൽ തന്നെ അപ്പം പലരും എന്നോട് ചോദിക്കും, ഞാൻ എൻ്റെ പ്രഭാഷണം പറഞ്ഞത് യൂട്യൂബിലുണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിഷയമുണ്ട്. ഞാൻ പറഞ്ഞൊരു വിഷയത്തെ അധികരിച്ചല്ല, ആധികാരികമായിട്ടുള്ളൊരു പഠനമോ അപഗ്രഥനമോ നമുക്കില്ലാതെ ഇങ്ങനെ പ്രഭാഷണം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരം ഒരു പ്രഭാഷകൻ എന്നുള്ളതിനുപരി അല്ല ഒരു ഗായകൻ എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് അത് ഐഡിയ സ്റ്റാർ സിംഗർ കായംകുളം ബാബു എന്ന് പറയുമ്പം അതൊരു 100 പേരുണ്ടെങ്കിൽ അതിൽ 10 പേരെങ്കിലും ആ പേരിൽ അറിയപ്പെടുന്നു. ഇതാണ് നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. പിന്നെ അവർ വിളിക്കുന്നില്ല എന്നുള്ളത് ഒരു കുറ്റമായിട്ടല്ല ഞാൻ ഒരിക്കലും. ഇപ്പം നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറുണ്ടായത് നജീം അർഷാദ്, മറ്റേ സന്നിധാനന്ദനൊക്കെ ഉള്ളവരൊക്കെ കുറേ കൂടെ ഹൈ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം. അപ്പം ആ ഒരു തലത്തിലോട്ട് എത്താൻ പറ്റാതെ പോയതിൻ്റെ നിരാശയോ അല്ലെങ്കിൽ അതിനില്ല. അതിന് വേറൊരു കാരണമുണ്ട്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന സന്നിധാനന്ദനാകട്ടെ അല്ലെങ്കിൽ നജീം അർഷാദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പം 1-2 സിനിമയിൽ പാടി, അതിൽ 1-2 പാട്ട് വളരെ ക്ലിക്കായി. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് എങ്കിൽ പോലും ഇതിൻ്റെ ഒരു കാലാവധി ഇത്ര നാളുകളേ ഉള്ളൂ. അതായത് പുതിയ ഗായകർ വരുമ്പോൾ പഴയ ആളുകളെ മറക്കും. ഇപ്പോൾ ഈ പറയപ്പെടുന്ന സന്നിധാനന്ദൻ അത്തരത്തിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം കിട്ടുന്നുണ്ടതല്ലാതെ സന്നിധാനന്ദനായ സോമദാസ് ആയിരുന്നാലും ഇവരൊക്കെ പാടിയ സിനിമാ ഗാനങ്ങൾ എത്ര പാട്ടുകൾ ഫേമസ് ആകുന്നുണ്ട്. നമ്മളൊരു കുറ്റം പറയല്ലേ. ഇപ്പോൾ എന്തായാലും MG ശ്രീകുമാർ ആകുന്ന ശ്രീയേട്ടനോ അല്ലെങ്കിൽ ഗാനഗന്ധർവനാകുന്ന ദാസേട്ടനോ ദാസാറോ പോലെ ആർക്കും നമുക്കാകാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കാലഘട്ടത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർ വളർന്നു വരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തെരുവിൽ നിന്നും വളർന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതായത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും എൻ്റെ ശബ്ദത്തിന് ക്രാക്കുകളുണ്ട്. അതെല്ലാം ഈശ്വരകാരുണ്യം കൊണ്ട് ഇത്രയൊക്കെ എത്തിയില്ലയോ, പിന്നെ അതിൻ്റെ വലിയ കാര്യമാണ്. പിന്നെ സാധാരണ മറ്റുള്ളവരെ പോലുള്ള ഒരു ഫിലിം സ്റ്റാർസോ അല്ലെങ്കിൽ എന്നെ പാട്ട് പാടാനോ പാടിക്കാനോ, കാര്യം ഞാൻ വൈക്കം വിജയലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ ലിപി പഠിച്ചതാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, മെമ്മറി സ്റ്റോർ ചെയ്യാൻ ഒരുപാട് സംഭവമുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ കേട്ടന്നാൽ ചിലപ്പം പാട്ടുകൾ പഠിക്കാൻ മണിക്കൂറുകൾ എടുത്തെന്നിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് സംതൃപ്തനാണ്. കാര്യം എന്താ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സംഗീത കച്ചേരി ആയാലും ഭക്തിഗാനസുധയായാലും അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക പ്രഭാഷണമായാലും ഗുരുദേവ പ്രഭാഷണമായാലും എനിക്കത് ചെയ്യുവാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ കുറച്ച് കുറയുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അത് എനിക്ക് മാത്രമല്ല, എന്നെപ്പോലുള്ള ഈ ആധ്യാത്മികമായിട്ടുള്ളെങ്കിൽ ഈ സ്പിരിച്വലായിട്ട് പുരാണ സംബന്ധമായിട്ട് ഉള്ള കലാകാരന്മാർക്ക് ഒക്കെ വളരെ അവസരങ്ങൾ കുറവാണ്. ഇപ്പം നാടൻ പാട്ടും തിരുവാതിരയും ഫ്യൂഷനും വിവാഹ ചടങ്ങുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂഷൻ കൈയടക്കിയിരിക്കുകയാണ്. ഉത്സവപ്പറമ്പുകളിലും വേദികളും നാടൻ പാട്ടും മെഗാ ഷോയും അതോടൊപ്പം തിരുവാതിരയൊക്കെ കൈയടക്കിയതുകൊണ്ട് അതിൻ്റെയായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല ഗാനങ്ങൾക്ക് നല്ല കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ കുറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഇച്ചിരി കൂടുതൽ അവസരം കുറയുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതിൽ മാറ്റം വരണമെന്നൊക്കെ ആഗ്രഹമില്ല. അതിൽ മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങൾ കുറേ കൂടെ ബോധവാന്മാരാകണം. ഇന്ന് ക്ഷേത്രങ്ങളിൽ അതായത് ഗാനമേളയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ക്ഷേത്ര ആചാര അനുഷ്ഠാന കലകൾക്ക്
കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്നുള്ളതാണ്. ഇന്ന് പലരും ക്ഷേത്രത്തിനെ പറ്റി അല്ലെങ്കിൽ സനാതന ധർമ്മത്തെപ്പറ്റി മുഴുനീളം പ്രസംഗിക്കുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ എത്രയോ സാമൂഹിക സംഘടനയിൽപ്പെട്ടവരുണ്ട്. പക്ഷേ ഒരു ഭാഗവത പാരായണം ചെയ്യുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു അഖണ്ഡനാമം നടത്തുന്നൊരു വ്യക്തി ഭൂരിഭാഗം ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു സംഘമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ രാവിലെ അവർക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കുവാൻ പല ക്ഷേത്ര സംഘാടകരും മടിക്കുകയാണ്. എന്നിട്ട് സമയം ഒന്ന് താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഭാഷകൾ വളരെ ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, ഒരു 7:30-8 മണിയാകാൻ അതിന് വളരെ അസഭ്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായയോ വെള്ളമോ പോലും കൊടുക്കാൻ, എന്നിട്ട് അവർ വന്നവർ ആഹാരം വേണ്ടുന്നവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി അടുത്ത കടയിൽ പോയി, കാര്യം രാവിലെ അവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ. അതേസമയത്ത് ഒരു നാടൻപാട്ട് ഒരു ക്ഷേത്ര ആചാരാനുഷ്ഠാന കലയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കലാരൂപം കൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദേവീദേവന്മാർക്ക് കൊടുക്കുന്നേക്കാളും ഒരു ദാസവൃത്തി ചെയ്യുന്നത് പോലെ അവർക്ക് വേണ്ടുന്നത് ചോദിച്ചു കൊടുക്കുക. ഒരു ഭൃത്യന്മാരെ പോലെ അവരോടൊപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീഴാളിനെ പോലെ നിന്നിട്ട് അവിടുത്തെ ഉന്നത സ്ഥാനീയരായിരിക്കും. എന്നിട്ട് വേണ്ടുന്നതെല്ലാം കൊടുത്ത് എന്നിട്ട് ലാസ്റ്റ് അടിയും ഉണ്ടാക്കി പിരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗ ക്ഷേത്രങ്ങളിലും നടന്നു വരുന്ന ഒരു ശോചനീയമായിട്ടുള്ളൊരവസ്ഥ. അതിന് മാറ്റം വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ എനിക്ക് അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിന് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടണം. അത് മറ്റ് സമൂഹത്തിനെ ഏറ്റവും കൂടുതലും നമ്മുടെ ഹിന്ദു സമൂഹത്തിലാണ് അത് ബോധവൽക്കരിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു പ്രയാസമുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഭഗവാൻ സായിബാബയാണ് ഏറ്റവും ആരാധനയെന്നും പിന്നെ ചെട്ടിക്കുളങ്ങര ഭഗവതി, പിന്നെ ഓച്ചിറ അമ്പലമാണ് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ, അതായത് ഈ ശങ്കര ഭഗവത്പാദ പറഞ്ഞിട്ടുള്ളതുപോലെ മാതാശ്ച പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താച്ച സ്വദേശ ഭുവനത്രയം എന്നൊരു ശ്ലോകമുണ്ട്. അത് ഞാൻ ഏറ്റവും കൂടുതൽ മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രത്യക്ഷത്തിൽ അമ്മ എന്ന് പറയുന്നത്, അതിപ്പോൾ നമ്മൾ മാതാശ്ച പാർവതി ദേവി എന്ന് പറയുമ്പോഴും എനിക്ക് ചെട്ടികുളങ്ങര അമ്മയാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഓണാട്ടുകരയുടെ പരദേവത എന്ന് പറഞ്ഞാൽ ചെട്ടികുളങ്ങര അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം തന്നിട്ടുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ അച്ഛനായിട്ട് ഞാൻ കാണുന്നത് ഓച്ചിറ പരബ്രഹ്മമൂർത്തിയാണ്. ശിവസങ്കല്പത്തിലായാലും ശിവവിശ്വാസത്തിലായിരുന്നാലും മഹാദേവൻ ഓച്ചിറ ഭഗവാനാണ്. പിന്നെ ഗുരുസ്ഥാനത്ത് ദൈവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ദൈവം എന്ന സ്ഥാനത്ത് ഞാൻ കാണുന്നത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയാണ്. കാര്യം എൻ്റെ ജീവിതത്തിലെ ഈശ്വരനെ എന്താണെന്ന് എനിക്കറിയുവാനും ആധ്യാത്മികമായൊരു തരത്തിൽ എനിക്ക് മുന്നോട്ട് വരുവാനും കൂടുതൽ, അതായത് എൻ്റെ ഗുരുനാഥൻ മാവേലിക്കര ഗോപിനാഥ് സാറിൻ്റെ ശിക്ഷണത്തിൽ സംഗീതം പഠിക്കുന്ന സമയത്താണ് ഞാൻ സത്യസായി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടുന്ന സാറാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നതും. അതിൽ നിന്നും പിന്നെ എനിക്ക് ഒരു ദയാൽ ഡോക്ടർ സാർ എന്ന് പറഞ്ഞൊരു സാറുമായിട്ട് ബന്ധം എനിക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാർ എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ ഗുരുനാഥൻ. അങ്ങനെ സത്യസായി പ്രസ്ഥാനമായിട്ട് കൂടുതൽ, അങ്ങനെ അതോടൊപ്പം തന്നെ തുല്യമായിട്ട് ഒരു വേർതിരിവോടുകൾ ഇപ്പോൾ സത്യസായി ഭഗവാനെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മ എന്ന് പറഞ്ഞാൽ കുമാരമഹാകവി കുമാരനാശാൻ പറഞ്ഞ പോലെ ഗുരുവല്ലോ പരദൈവം എന്ന് പറഞ്ഞ ഗുരു പ്രത്യക്ഷ ദൈവം എന്ന് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ ഞാൻ ദൈവസ്ഥാനത്താണ്, ദൈവസ്ഥാനത്തു നിന്നുള്ള ഇതല്ല ഗുരു പരദൈവം എന്നുള്ള ഇതിൽ, അതും സത്യസായി ബാബയിൽ ആ ഭഗവാൻ സത്യസായി ബാബയിലൂടെ എനിക്ക് ഗുരുദേവനെ പോലും പൂർണ്ണമായിട്ടും അറിയാൻ ഇന്നും സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു തരത്തിലാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ഓച്ചിറ അമ്പലത്തിൽ വരും, ഇവിടെ വന്ന് ഭജന നടത്താറുണ്ട്. ഇവിടെ വന്ന് ഭജന എന്ന് പറഞ്ഞാൽ വേറെ കാരണം, അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്തുന നരജന്മ ദുർലഭം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അതായത് ജന്മങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. കാര്യം മറ്റ് പല പക്ഷിമൃഗാദികളായിരുന്നാലും വൃക്ഷലതാദികളായിരുന്നാലും അവരൊക്കെ ഈശ്വരനെ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. പക്ഷേ ഈശ്വരനോട് നേരിട്ട് സംബന്ധിക്കുവാനും നമ്മളുടേതായിട്ടുള്ള ദുഃഖങ്ങൾ പറയുവാനും പ്രയാസങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രയാസങ്ങളില്ല എങ്കിൽ പോലും ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുവാനും ഈശ്വരനോട് അടുക്കുവാനും ഈശ്വരനായി തീരുവാനുള്ള ഒരവസ്ഥാവിശേഷണം മനുഷ്യജീവിക്ക് മാത്രം കൈവന്നിട്ടുള്ള ഒരു അത്ഭുത സിദ്ധി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഈശ്വരനുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുവാൻ ഉള്ള ഈ ജന്മത്തിൽ കിട്ടുന്ന ഒരു അനുഗ്രഹം നമ്മളെന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഭഗവാനുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം പുലർത്തുന്നതിന് ഇവിടെ ഇന്ന് പാടുമ്പം അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ്. കാര്യം ഇവിടുത്തെ ഒരു പുൽക്കുടിയോ ഒരു മണൽത്തരിയോ ആകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരുന്നതും ഇവിടെ വന്ന് പാടുന്നതും ഒക്കെ. നമുക്കിനിയും കുറച്ച് നടക്കാം. നടക്കാം ചേട്ടാ. നമ്മുടെ കുട്ടിക്കാലം
കുട്ടിക്കാലത്ത് കരുവാറ്റയുമായിട്ടൊരു ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പാപ്പൻ എടുത്തു വളർത്തി. അതെ അതെ അതെ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇപ്പം ഈ നമ്മളെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനൊന്നുള്ള ആലക്കണ എന്നുള്ള പാട്ടിനകത്ത് ഒരിപ്പം വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനം പാടി. ആ പാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ വഴിയമ്പലത്തിൽ വഴിതെറ്റി വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു കരുവറ്റക്കാരനായിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ അതങ്ങനെ വരത്തില്ല. കരുവറ്റയുള്ള ഒരു വ്യക്തി എന്നെ വളരെ കുഞ്ഞുനാളിൽ എടുത്തു വളർത്തി. അദ്ദേഹത്തിൻ്റെ വീട് വഴിയമ്പലത്തിലാണ്. ഈ കരുവറ്റ ഊട്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് പാപ്പൻ എന്നാണ്. എൻ്റെ വളർത്തച്ഛനായത് കൂലിക്കുന്നിൽ പാപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അങ്ങനെ അദ്ദേഹം എങ്ങനെ കണ്ടെത്തുന്ന അത് എനിക്ക് ഓർമ്മയില്ല. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എവിടെയോ വെച്ച് തന്നെ കിട്ടുന്നതാണ്. വളരെ കുട്ടിയായിരിക്കുന്ന ഏതാണ്ട് ഒരു 1.5 വയസ്സ് കാണും, അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം പ്രായം കാണും. അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്നെ കിട്ടുന്നത്. അത് അദ്ദേഹം തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹം ഒരു സമയത്ത്. പിന്നെ അത് കൂടാതെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ പണ്ട് ഇപ്പോൾ ഈ വാസന്തി ലക്ഷ്മിയും ഞാനും എന്നുള്ള ആ സിനിമയിൽ അതിനകത്ത് ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ അച്ഛനെ ഈ പാപ്പനച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. അപ്പം കിട്ടുന്ന പൈസ എല്ലാം മദ്യപിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വകഭേദം അത് ചേട്ടനാക്കിക്കൊണ്ട് അതിനകത്ത് അങ്ങ് ചിത്രീകരിച്ചു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ കുട്ടിക്കാലം മുതൽക്ക് ഞാനിങ്ങനെ ആദ്യമായിട്ട് ഞാൻ പാട്ട് കേൾക്കുന്നത് ഈ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇതുപോലെ ക്ഷേത്രങ്ങളൊക്കെ ഒച്ചറ വരുന്നത് പോലെ തന്നെ ഒരു ദേശാടനം എന്ന് പറഞ്ഞ ഒരു ലോകസഞ്ചാരം, കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള യാത്രയിൽ പല സ്ഥലങ്ങളിലും. അപ്പോൾ ആ കൂട്ടത്തിൽ എറണാകുളം, അല്ലെങ്കിൽ ഹരിപ്പാട്, തൃശ്ശൂർ, ഗുരുവായൂർ, അങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് വാതിക്കലുള്ളൊരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ വെച്ചാണ് ആദ്യം അന്ന് ഞാൻ പാടത്തൊന്നുമില്ല. അപ്പോൾ അച്ഛൻ ഇതുപോലെ എൻ്റെ കണ്ണ് മാറ്റി വയ്ക്കാനാണെന്ന് പറഞ്ഞ് പല ഫാക്ടറികളിലും ഓഫീസുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ കയറി പൈസ വാങ്ങിക്കുന്നതിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞാൻ ഒരു 5 വയസ്സ് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത്. അപ്പം അങ്ങനെ ഞാൻ അവിടെ ഈ വൈകുന്നേരം വന്നിരിക്കും. ഇരിക്കുന്ന സമയത്ത് അവിടെ സീർഗാഴി ഗോവിന്ദൻ്റെ അന്ന് നല്ല പാട്ടൊക്കെ അമ്പലങ്ങളിൽ വെക്കുമായിരുന്നു. അപ്പം അന്ന് കേൾക്കുന്നൊരു പാട്ടാ, വിനായകനേ വീണൈ തീർപ്പവനേ വേഴമുഖത്തോനേ ஞாலமுதல்வனே വിനായകനേ വീണൈ തീർപ്പവനേ. ആ പാട്ടാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. അത് സീർഗാഴി ഗോവിന്ദരാജൻ പാടിയൊരു തമിഴ് ഗാനമാണ്. അപ്പോൾ അത് ഞാൻ അന്ന് പാട്ട് അത് കേട്ട് അതിങ്ങനെ പാടാൻ തുടങ്ങിയപ്പോൾ അച്ഛന് മനസ്സിലായി ഞാനൊരുമാതിരി പാടും എന്ന്. പിന്നെ അച്ഛൻ ഇതുപോലെ അന്ന് അവിടുത്തെ തന്നെ KSRT സ്റ്റാൻഡിലും ഒക്കെ പാടിക്കാൻ, എന്നെ ബസ്സിലൊക്കെ പാടിക്കാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ആദ്യമായിട്ട് ഞാൻ മൈക്കിൽ പാടുന്നതും അവിടെ വെച്ചാണ്. ആ ക്ഷേത്രത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഇവിടെ വൈകുന്നേരം ഭജനയുണ്ട്. അപ്പോൾ ആദ്യം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഈ ഒരു 80-90 കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ മീഡിയാസൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ജനം തടിച്ചു കൊടുത്തില്ല. പണ്ട് അങ്ങനല്ല. ജനങ്ങൾക്ക് കേൾക്കാനോ കാണാനോ പറ്റുന്ന എന്തെങ്കിലും കൗതുകപരമായിട്ടുള്ള കാഴ്ച ഉണ്ടെങ്കിൽ അപ്പോഴവിടെ ജനം തടിച്ചു കൂടും, എന്താണ് സംഭവം എന്നറിയാൻ. അപ്പോൾ അന്ന് ഞാൻ പാടുന്ന സമയത്ത് എന്നെനിക്ക് അവിടെ നോട്ടുമാലയും പിന്നെ ജനങ്ങളുടെയൊക്കെ കുറേ സംഭാവനയും ഒക്കെ കിട്ടി. അതുകൂടാതെ അവിടെ ആ തിരുവനന്തപുരം ഗണപതി ക്ഷേത്രത്തിലുള്ള ഭജന സംഘക്കാർ എന്നെ സംഗീതം പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. അന്നേരം അച്ഛൻ്റെയും മദ്യപാന മുഖാന്തരം അച്ഛന് അതിനൊന്നും വഴിപ്പെട്ടില്ല. നിങ്ങളൊക്കെ വലിയ ആളുകളെ കൊണ്ട് ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളും പോയി. അങ്ങനെ ഹരിപ്പാട് ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഹരിപ്പാട് ക്ഷേത്രത്തിൻ്റെ ദേവസ്വം പ്രസിഡന്റ് സഹിതം എന്നെ സംഗീതം പഠിപ്പിക്കാമെന്നുള്ള തലത്തിൽ മുന്നോട്ട് വന്നു. അങ്ങനെയാണോ പാട്ട് പഠിത്തം? ഇല്ല, അവിടെ ഒന്നും തുടങ്ങിയില്ല. അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. അതിനുശേഷം അതിനും അദ്ദേഹം സമ്മതിച്ചില്ല. കാര്യം അന്നേരം എല്ലാ പ്രാവശ്യം അവിടെ കൊണ്ടുവരണ്ടേ. അച്ഛനെൻ്റെ മദ്യപാനും മറ്റ് ഉപജീവനമാർഗം നടക്കത്തില്ലല്ലോ. അപ്പോൾ ഞാനുമായിട്ട് ഇറങ്ങിയത് ഞാൻ പറഞ്ഞില്ല എത്രയോ. അങ്ങനെ കുറേ കാലങ്ങൾ, ഒരു 89 ആയപ്പോഴേക്കും അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ജ്യേഷ്ഠൻ്റെ മകൻ്റെ സംരക്ഷണം ഞാൻ കഴിഞ്ഞു. അതിനെനിക്ക് ഒരുപാട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി. എനിക്ക് ഒരു സ്വാതന്ത്ര്യം എങ്ങും ആരോടും മിണ്ടാനോ പറയാനോ ഒന്നും പറ്റുന്ന, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, നമ്മൾ കുറ്റം പറയല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഞാൻ അവിടുന്ന് മാറി. അത് കുറച്ച് കാലം ആ കുട്ടനാടൻ പ്രദേശമായിരുന്നു, ചങ്ങങ്കരി. അവിടുന്ന് പിന്നെ തിരിച്ച് അവർ കരുവറ്റ വന്നു, അവരുടെ കുടുംബത്ത് താമസിച്ച് പിന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ ഭഗവാന്റെയൊക്കെ അനുഗ്രഹം കൊണ്ട്
രക്ഷപ്പെട്ട് ഞാൻ കായംകുളം CN ഒറ്റയ്ക്ക് ലോഡ്ജിൽ താമസിച്ച് സംഗീതം അഭ്യസിച്ച് ആദ്യം മാവേലിക്കര കായംകുളത്ത് വിജയമാഷ് എന്ന് പറഞ്ഞൊരു സാറിൻ്റെ കീഴിലാണ് ഹാർമോണിയം പഠിക്കുന്നത്. പിന്നെ അതിനുശേഷം മാവേലിക്കര കരുനാഗപ്പള്ളി ഭാസ്കരപിള്ള സാറിൻ്റെ ശിക്ഷണത്തിൽ സംഗീതം പഠിച്ച് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ 1999 ഒക്ടോബർ 5 അരങ്ങേറ്റം നടത്തി. പിന്നെ അതിനെ തുടർന്ന് മാവേലിക്കര ഗോപിനാഥ് സാറിൻ്റെ ശിക്ഷണത്തിലാണ് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ ഈ ഭഗവാൻ സത്യസായി ബാബയുടെ പ്രസ്ഥാനത്തിൽ ഏർപ്പെടുകയും അങ്ങനെ സത്യസായി ഭജൻസും അപ്പോഴൊക്കെ ഈ ബസ്സിലൊക്കെ പാടുന്നുണ്ട്. ആ കൂട്ടത്തിൽ വെച്ച് തന്നെ 2002 മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എനിക്ക് സംഗീത കച്ചേരി നടത്തുവാൻ എൻ്റെ ഗുരുനാഥൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് സാധിച്ചു. അവിടെ വെച്ച് സംഗീത കലാഭാരതി എന്നുള്ളൊരു ബഹുമതി മാവേലിക്കര ക്ഷേത്ര ഉപദേശക സമിതി എനിക്ക് നൽകി. അതേ തുടർന്ന് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ പറ്റി. അങ്ങനെ പിന്നെ ഏഷ്യാനെറ്റിൽ കച്ചേരി നടത്തി, അമൃത ചാനലിൽ കച്ചേരി നടത്തി. പിന്നെ ഭഗവാന്റെയൊക്കെ കൃപ കൊണ്ട് ID സ്റ്റാർ സിംഗറിലൊക്കെ 2003 വിവാഹത്തിനൊക്കെ നമ്മുടെ സത്യസായി പിന്നെ പ്രസ്ഥാനത്തുള്ളവരും ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡോക്ടർ ജി ഉണ്ട്, ഡോക്ടർ ദയാൽ സാർ എന്ന് പറയുന്നത്. സാറിൻ്റെ എല്ലാ കാര്യത്തിനും പങ്കെടുക്കുക, എന്നെ ഒരു രക്ഷകനായിട്ട് തന്നെ ഒരു സഹോദരനെ പോലെ തന്നെ. അദ്ദേഹം ഒരു വലിയ ഒരു മനസ്സിനുടമയാണ്, ധനികനാണ്, എല്ലാം കൊണ്ടും വളരെ ഒരു ഇതാണ്. അദ്ദേഹമൊക്കെ ഒരുപാട് വീട് വയ്ക്കുന്ന കാര്യത്തിനാണെങ്കിലും എൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും എന്നെ ഒത്തിരി സഹായിക്കുകയും സ്വന്തം കുടുംബത്തിലുള്ള അംഗത്തെ പോലെ തന്നെ അവർ എല്ലാവരും എന്നോട് അവരൊക്കെ ഈ ഭഗവാന്റെ ആ ഒരു ഇതിൽ തന്നെ അങ്ങനെ വിവാഹമൊക്കെ നടന്ന് പിന്നെ മക്കളൊക്കെ ഇവിടെ ആദ്യം ഞാൻ മാവേലിക്കര ഇച്ചിരി സ്ഥലം വാങ്ങിച്ച് താമസിച്ച് അതിനുശേഷം ഓച്ചിറ വന്ന് നമ്മുടെ ഇവിടെ ഈ അമ്പലത്തിന് തൊട്ട് തെക്കേപ്പുറത്ത് കുറേ കാലം വാടകയ്ക്ക് താമസിച്ച് അങ്ങനെയാണ് കായംകുളത്ത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വീടൊക്കെ വെച്ച് താമസിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചതും. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര. ആദ്യകാലത്ത് ബസ്സിൽ കൊട്ടിപ്പാടിയിരുന്ന ഒരു മരുന്നിന്റെ ഡപ്പയായിരുന്നു പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു പേരത്തടിയുടെ കമ്പാണ്. ഇതിന് ഞാനിട്ടിരിക്കുന്ന പേര് മിനി റിതം പാഡ് എന്നാണ്. കാര്യം ഞാനത് ഇപ്പം അത് ഒരു ID സ്റ്റാർ സിംഗറിൽ മറ്റ് പല ചാനലിലും ഞാൻ എൻ്റെ കുറേ ശബ്ദത്തിൻ്റെ വേരിയേഷൻസ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മൃദംഗം, തബല, ഘടം അല്ലെങ്കിൽ തകലൊക്കെ എങ്ങനെ കേൾപ്പിക്കാം എന്നുള്ളതിനെ പറ്റി. പക്ഷെ അങ്ങനെ നമ്മൾ പോകുമ്പോൾ അത് ഒത്തിരി എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടി വരും. ഒരുപാട് ചെയ്തതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു ആവർത്തന വിരസതയ്ക്ക് മുതിരുന്നില്ല. അപ്പം ഞാനൊരു പാട്ട് പാടാം. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഭഗവാന്റെ ആദ്യകാലത്ത് ഞാൻ പാടിയ പാട്ട് ഒരെണ്ണം പാടാം. മമ പാർവതീപതി ഹര ഹര മഹാദേവ ശ്രീശങ്കരനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അമ്പലമില്ലാതെ ആൽത്തറ
അരൂപിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാം. വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസ നർത്തന രംഗങ്ങൾ, ഉടുക്കിലുണരും ഓങ്കാരത്തിൽ ചോടുകൾ ചടുലമായി ഇളകുന്നു. സംഹാര താണ്ഡവമാടുന്ന നേരത്ത് ശൃംഗാര കേളികളാടുന്നു. കാമനെ ചുട്ടോരു കണ്ണിൽ കനലല്ല, കാമമാണിപ്പോൾ ജ്വലിപ്പതെന്നോ. കുന്നിൻ മകളറിയാതെ ആഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. കുന്നിൻ മകളറിയാതെ ആഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തിയോ ചിറയിൽ, പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ. ഇനി കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ അറിയാം. വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിൽ എനിക്ക് ഭാര്യയുണ്ട്, പിന്നെ 2 മക്കളുണ്ട്. എൻ്റെ ഭാര്യയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഓച്ചിറ ക്ലാപ്പന എന്ന് പറയുന്ന. അതൊരു വലിയൊരു ഇതാണ്. ഞാനിവിടെ ഈ ഒറ്റയ്ക്കാണല്ലെന്നൊക്കെ ഒരു ഇതിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഭഗവാന്റെ, ഓച്ചിറ ഭഗവാന്റെയും ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളുടെ അതുപോലെ സത്യസായി ഭഗവാന്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഇവിടുന്ന് തന്നെ എനിക്ക് ഓച്ചിറയിൽ നിന്ന് തന്നെ ഒരു ക്ലാപ്പന വള്ളിക്കാവിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരു സ്നേഹനിധിയായ ഒരു ഭാര്യയെ കിട്ടി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോളുടെ പേര് സായി പ്രിയ എന്നാണ്, ഇളയ മകളുടെ പേര് സായി ലക്ഷ്മി എന്നാണ്. പഠിക്കുകയാണ്. മൂത്ത മോൾ ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്, BA. ഇളയ മോൾ ഇനി 10ലാണ്, ഇനി 10ലോട്ടാണ്. പിന്നെ വീട്ടുപേര് സായി കൃപ എന്നാണ്. KPSC ജംഗ്ഷൻ്റെ കിഴക്കോശമാണ് ഞാൻ താമസിക്കുന്നത്. കായംകുളം മുൻ MLA MR ഗോപാലകൃഷ്ണൻ സാറിൻ്റെയൊക്കെ വീടിനടുത്താണ് സ്ഥലമൊക്കെ വാങ്ങിച്ച് താമസിക്കുന്നതൊന്നും നമ്മുടെ കഴിവല്ല, എല്ലാം ഈശ്വരൻ്റെ. മക്കള് പാടുവോ? മക്കള് പാട്ടൊന്നുമില്ല അവർക്ക്. പക്ഷെ അവർക്ക് ഈ മൂത്ത മോൾക്കാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റാണ്, ഈ പടം വരയ്ക്കുന്നതിനോടൊക്കെ വലിയ താല്പര്യമാണ്. ഇളയാൾക്കാണെങ്കിൽ ഈ സ്പോർട്സും പിന്നെ ഡാൻസിനോടൊക്കെ താല്പര്യം. നമ്മുടെ ഒരു ജീവിത സാഹചര്യം അതിനോട്ടൊന്നും വിടാൻ പറ്റുന്നൊരു സിസ്റ്റമാറ്റിക് അല്ല. കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥിര വരുമാനം ഉള്ള ഒരു ഇത് പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നുള്ള ഒരു ഇതല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ എൻ്റെ ഏക ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ പാട്ടാണ്. അത് മാത്രമേ ഉള്ളൂ നമുക്ക്. അത് ഞാൻ ഈ പറയുന്ന പോലെ ഗാനമേളയ്ക്കൊന്നും അങ്ങനെ അധികം പോകുന്നില്ല. മക്കളെ കൊണ്ടുവരുമോ ഓച്ചിറ വരുമ്പോൾ? ഇടയ്ക്കൊക്കെ ഞാൻ ഈ സാധാരണ ഇവിടെ വരുമ്പം, ഓച്ചിറ വരുമ്പം ഫാമിലിയായിട്ട് അങ്ങനെ വരാറില്ല. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പോകുമ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല അവർക്കും ഇവിടെയൊക്കെ സുപരിചിതമാണല്ലോ, തന്നെ വരാവുന്ന. അവർ എനിക്കാണെങ്കിൽ ആരുടെയും ആശ്രയം ഇല്ലാതെ എന്നാൽ എല്ലാവരുടെയും ആശ്രയത്തോടു കൂടി ഓച്ചിറ വരാൻ പറ്റും. തനിച്ച് മറ്റൊരു ക്ഷേത്രത്തേക്ക് പോകുന്നേക്കാളും സ്വതന്ത്രമായിട്ട് വരാം, തിരിച്ചു പോകാം. അരച്ചത്തി ഇപ്പോൾ ഗുരുവായൂരോ അല്ലെങ്കിൽ മറ്റിപ്പോൾ എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇച്ചിരി പ്രയാസമുണ്ട്. അന്നേരം കുടുംബ ഫാമിലിയായിട്ട് പോകും, അല്ലെങ്കിൽ സുഹൃത്തുക്കളായാലുമായിട്ട് പോകും. അങ്ങനെയൊക്കെ പോകാറില്ലേ? ഗുരുവായൂരൊക്കെ പോയി ഗുരുവായൂർ കഴിഞ്ഞ വർഷം ഒരു 2-3 ദിവസം ഗുരുവായൂർ പോയി താമസിച്ചായിരുന്നു. അങ്ങനെ അവിടെ തൊഴിലൊക്കെ ചെയ്തായിരുന്നു. ഇപ്രാവശ്യം പോയില്ല. അത് ഇച്ചിരി ഈ സ്കൂളിൽ തുറക്കുന്നതിനൊക്കെ ഇത് പിന്നെ പ്രോഗ്രാമൊക്കെ ഈ പ്രാവശ്യം ഇച്ചിരി കുറവായിരുന്നു. എനിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ഐഡിയ സ്റ്റാർ സിംഗറിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം പ്രോഗ്രാംസ് ഒക്കെ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് പ്രോഗ്രാം കൂടുതൽ കിട്ടാൻ തുടങ്ങിയത്. ഇനി അതെന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ ഒരു സമയം വന്നപ്പോൾ കുറേ പ്രോഗ്രാം നമുക്ക് നഷ്ടപ്പെട്ടു. അത് ചാനലിൽ എന്നെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ വന്ന് എനിക്കത് ഗുണവും ദോഷവും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു അഭാവം കൊണ്ട് കുറച്ച് പ്രോഗ്രാം ആ സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരത്തും അങ്ങ് എറണാകുളം, ആലുവ ഒക്കെ എനിക്ക് ഇത് വന്നതാണ്. പക്ഷെ അതെല്ലാം പെട്ടെന്ന് ക്യാൻസലായി. കോവിഡ് വന്നപ്പം മൊത്തത്തിലൊരു വലിയൊരു ഇടിവ് സംഭവിച്ചു. അപ്പം അതിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും തുടരുന്നുണ്ട്. എങ്കിലും
അപ്പം മെയിൻ പ്രോഗ്രാം അങ്ങനെ അധികം കിട്ടാറില്ല, ഒറ്റയ്ക്കൊറ്റയുള്ള പ്രോഗ്രാമാണ് കൂടുതൽ. മറ്റേ സംഗീത കച്ചേരിയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ, വിവാഹത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഫ്യൂഷൻ ഒക്കെ വന്നോടുകൂടി പാട്ടുകാർക്ക് വളരെ അവസരം കുറവാണ്. അപ്പോൾ മറ്റേ സംഗീത കച്ചേരി കിട്ടുമായിരുന്നു. പിന്നെ ക്ഷേത്രങ്ങളിൽ ഭക്തിഗാന സുധയും സംഗീത ഇതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പ്രഭാഷണത്തിനും പോകുന്നുണ്ട്, ആധ്യാത്മിക പ്രഭാഷണം, ഗുരുദേവ പ്രഭാഷണം. ഇതൊന്നും ഞാൻ പഠിച്ചതല്ല, അതെല്ലാം ഇങ്ങനെ കേട്ട് കേൾവിയിലൂടെ ഞാൻ മനസ്സിലാക്കി പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങൾ ബാബുചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, ഒരുപാട് സന്തോഷം. ഇനി ചേട്ടന് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാനെപ്പോഴും പറഞ്ഞ കാര്യമാണ്, അതായത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല കീർത്തനങ്ങളൊക്കെ സംഗീതം പഠിക്കുക, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ കൂടുതൽ വ്യാപൃതരാകുക. അതോടൊപ്പം ഈ ക്ഷേത്ര വിശ്വാസികൾക്കും ക്ഷേത്ര നിവാസികൾക്കും ക്ഷേത്ര കൂട്ടായ്മയിൽപ്പെട്ടവരോടും പറയാനുള്ളത്, ക്ഷേത്ര ആചാര അനുഷ്ഠാന കലകളെ പ്രോത്സാഹിപ്പിക്കുക. ഉത്സവം എന്ന് പറയുന്നതിൽ പ്രഹസനമാക്കാതിരിക്കുക. കാരണം ഇന്നും പലരുടെയും പ്രൗഢി, അവരുടെ സമ്പത്തിൻ്റെ ഗരിമ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് പല പ്രോഗ്രാമൊക്കെ ചെയ്ത് വെറുതെ സമ്പത്ത് കൊണ്ട് കളഞ്ഞ് അടിയുണ്ടാക്കുന്നതിലും ഭേദം ക്ഷേത്ര ആചാര അനുഷ്ഠാന കലകൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. ഞാൻ ഒറ്റയ്ക്ക് പോയി പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് സാമ്പത്തികമൊന്നും ചോദിക്കത്തില്ല. ഓർക്കസ്ട്ര വെച്ച് ഒരു ടീമായിട്ട് പോകുമ്പോൾ നമുക്ക് സാമ്പത്തികം കണക്ക് ചോദിക്കാതെ പറ്റത്തില്ല. പിന്നെ ഒരു ലാഭേച്ഛ കൂടാതെയും ഒട്ടും സാമ്പത്തികം പ്രതീക്ഷിച്ച് തരുന്ന ദക്ഷിണ എന്തുണ്ടെങ്കിൽ അത് മാത്രം സ്വീകരിച്ച് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ആധ്യാത്മിക പ്രഭാഷണം അല്ലെങ്കിൽ ഗുരുദേവ പ്രഭാഷണം. അപ്പോൾ ഇത് രണ്ടും ഞാൻ 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം പൈസ മുടക്കി പോയി വേണ്ടി ഞാനത് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ അത് നാമസങ്കീർത്തനത്തിൻ്റെ മഹാത്മ്യം എന്നാൽ കഴിയും വിധം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഒരു ഗരുഡൻ്റെ മുന്നിൽ അടയ്ക്കാക്കുരുവി എങ്ങനെ പറക്കുന്നു എന്ന വണ്ണം നമ്മളാൽ കഴിയും, അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന തരത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനൊക്കെ അവസരങ്ങൾ എനിക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ വന്ന് ആ ശബ്ദം കേട്ട് ശബ്ദത്തിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ബാബുചേട്ടനെ കണ്ടു, ബാബുചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞും ചോദിച്ചു. ഒരുപാട് സന്തോഷം ബാബുചേട്ടാ. ഇനിയും ഞങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയാൻ വരും, ഇനിയും ബാബുചേട്ടൻ്റെ വീട്ടിൽ വരും. അപ്പോൾ ബാബുചേട്ടന് എല്ലാവിധ ആശംസകളും, ഒരുപാട് നന്ദിയും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ എന്നെ തേടി ഇവിടെ എത്തി, അല്ലെങ്കിൽ ഞാനും ഇത്രയും സമയം നമുക്ക് എല്ലാവർക്കും കൊണ്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെക്കാൻ കഴിഞ്ഞ ഷെയറിങ് വിത്ത് ഹാപ്പിനെസ് ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സന്തോഷം, അത് ഒരു സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഈ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ, ഇങ്ങനെ ഒരു മീഡിയാസിൽ എന്നെ പരിചയപ്പെടുത്തുവാനും എനിക്ക് എത്തുവാനും കഴിഞ്ഞതിനകത്ത് ഭഗവാന്റെ പരബ്രഹ്മമൂർത്തിയുടെ നാമധേയത്തിൽ ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം.